ഞാൻ രാവിലെ എണീറ്റേ ഉള്ളൂ. എപ്പോഴും ഇത് തന്നെയാണ് പറയണത്. എന്ത് പറയാ, രാവിലെ എണീക്കുമ്പോഴേ എനിക്ക് നിൽക്കാൻ സമയമുണ്ട്. എൻ്റെ ഫോൺ റിങ് അടിക്കുന്നത് ആരാ? ഡൊമിങ്കോസാ. ഹലോ, എന്താണ് ഡൊമിങ്കോസ്? എടോ, നിനക്ക് വിജയമാണോ? ആ, എനിക്കാവണം. എന്നാ നീ നേരെ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ നോക്കിക്കൊല്ലു പറഞ്ഞുതരാം. ആ ശരിയടാ, ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോൾ ശരി, റെഡി ആയിരുന്നോ എൻ്റെ ആൻസർ ക്വസ്റ്റ്യനുകൾക്കൊക്കെ ഉത്തരം പറയാം? ഗൈസ്, ഇന്ന് കോളടിച്ച് ഇന്ന് നമ്മൾ വിജയമാണ് ഗൈസ്. നമുക്ക് ഷിൻചാനെ നമ്മളൊരു സ്ഥലം വരെ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാം. ഷിൻചാൻ ഒരു സ്ഥലം വരെ പോവാണ്. പോയിട്ട് വാ. അപ്പോൾ ഗൈസ്, നമ്മൾ ഷിൻചാനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിൻചാനെ പോയിട്ട് വരാം, ടാറ്റാ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കയറാം. ഓ, എന്താണ് നമ്മൾ വിജയം പോണ്. ഇന്നലെ മെസ്സിയുടെ കാർ പിടിച്ചെത്തി, ഇന്ന് വിജയം പോണ്. ഈ ആഴ്ച മൊത്തം കോളാണല്ലോ. പിന്നെ മിനിയാന്ന് മോഹൻലാലിനെ കാണാൻ പോയി. നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് നേരെ ആ വീഡിയോസ് കാണാൻ കിട്ടുമോ? അല്ല, ഈ വീഡിയോ കണ്ടതിൽ കണ്ടാൽ മതി. ഇന്ന് നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നു. കാരണം ഇതുവരെയായിട്ട് സാധാരണ ഇറക്കുമ്പോൾ തന്നെ ഇടിച്ച് കയറ്റാറില്ല. ഇപ്പോൾ വേറൊരു സീനില്ല. ഇപ്പോൾ ഇടിച്ച് കയറ്റിയിട്ടൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും പണി നമുക്ക് കാത്തിരിക്കണുണ്ടാവും. അത് കാരണമായിരിക്കും ഇത്രയും സൈലൻ്റായിട്ട് തന്നെ. എന്തായാലും പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം നമുക്ക് അന്വേഷിക്കാമല്ലോ. ഓ, എനിക്കൊന്ന് നല്ല ഡ്രൈവിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് ഇനി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്ക്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാം. ഇത് അയ്യോ ഗൈസ്, പറഞ്ഞ് ആവർത്തിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെന്നോ, അത് കാരണമാണ് അയാൾ തട്ടിപ്പോയെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ സീനില്ല, അയാൾ തട്ടിപ്പോയാൽ നമ്മളേക്ക് പണി പോലെ. സ്റ്റാറൊന്നും വന്നിട്ടില്ല, അപ്പം സീനൊന്നുമില്ല. നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. കണ്ട, നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പണിയൊക്കെ എനിക്ക് കിട്ടുന്നത്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ഇറങ്ങി നേരെ അവൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. ഓ, ഇന്ന് ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റ്. കാരണം നമ്മൾ വിജയാവാൻ പോകണം. ആരെയും കാണാൻ പോകണമല്ലേ, ആവാൻ പോകണം. വിജയായിട്ട് ട്രാൻസ്ഫോം ആവാൻ പോകണം. ഉത്സവം കൊണ്ട് തുള്ളിച്ചാടിയൊക്കെയാണ് ഞാൻ നടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗൈസ്. പെട്ടെന്ന് പോവാം. സെൻസറിൻ്റെ നിസറേ, പെട്ടെന്ന് ഓർക്കോ. തുറന്നു പോവാം. ആ ഗൈസ്, അത് തുറന്നു വന്നിരിക്കുന്നു ഗൈസ്. നമുക്ക് പെട്ടെന്ന് അകത്തേക്ക് പോവാം. ഡൊമിങ്കോസ് ഇനി അവനെ ഏത് പട്ടിക്കാട്ടിൽ പോയാൽ വിജയമാകുമ്പോഴത്തേനായിരിക്കും പറയാൻ പോകണം. ദൈവത്തിനറിയാം. നമുക്ക് പെട്ടെന്ന് കയറി പോവാം ഗൈസ്. പെട്ടെന്ന് കയറി അയ്യോ ഒന്നും പറ്റില്ല ഗൈസ്, ഇതൊന്നുമില്ല. എന്നാലും പെട്ടെന്ന് കയറാം. എന്താ പറയണേ നോക്കാം. എടോ, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സയൻറ്റിസ്റ്റ് ഇല്ലേ, എനിക്കൊരു പുതിയ എക്സ്പെരിമെൻ്റ് ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. അയാളുടെ അടുത്തൊരു സോഴ്സ് ഉണ്ട്. അത് മേടിച്ചിട്ട് ഡൈനോസർ പേർക്ക്, എന്നിട്ട് നീര് ഡൈനോസറിനെ കൊന്നിട്ട് ആ സാധനം ഡൈനോസറിൻ്റെ ഡെഡ് ബോഡിയുടെ മേലെ വെച്ച് ഒരു പോർട്ടൽ വരും. ആ പോർട്ടലിൻ്റെ ഉള്ളിൽ പോയാൽ എനിക്ക് വിജയമാകും. സോ ഗൈസ്, ഡൊമിങ്കോസ് പറഞ്ഞ കേട്ടല്ലോ. അയ്യോ ഗൈസ്, നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇന്ന് മൊത്തം വീഴ്ചയാണ്. ഐശ്വര്യമായിട്ട് തുടങ്ങിയ ദിവസം എനിക്ക് അപ്പോഴേ തോന്നി എന്തെങ്കിലും പറ്റുന്നു. അപ്പോൾ ഡൊമിങ്കോസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം സയൻറ്റിസ്റ്റിനെ പോയി കാണും. സയൻറ്റിസ്റ്റിനെ പോയി കണ്ടിട്ട് എന്താ ഡൈനോസർ വേൾഡ് ഏതൊരു സ്ഥലമുണ്ട് ഇവിടെ, എനിക്കറിയില്ല ഈ സിറ്റി കറക്റ്റായിട്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു ഡൈനോസറിനെ കൊന്നിട്ട് അതിൻ്റെ മേലെ ആ സയൻറ്റിസ്റ്റ് തന്നെ ആ സാധനമില്ലേ വെച്ചൊരു പോർട്ടൽ ഓപ്പൺ ആവും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചാടിക്കിടന്നാൽ നമുക്ക് വിജയമായിട്ട് ഫൈറ്റ് ചെയ്യാം. ഹലോ ചേച്ചി, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അത് എക്സൈറ്റ്മെൻറ്റ് ഞാൻ വെറുതെ എന്ന് പറഞ്ഞു പോയാൽ അത് ചെയ്യണമെന്നില്ല. എന്തോ ഭയങ്കര ബോൾഡിലേടിയാണെന്ന് തോന്നുന്നത്, അത് കാരണം മിണ്ടാതെ പോണ്. ഗൈസ്, നമ്മളെ കണ്ട് പേടിയായിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഡൈനോസർ വേൾഡിലേക്ക് പോവാം ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോവാം. കാറിൻ്റെ ഉള്ളിൽ കയറി. ഈ ഡൈനോ വേൾഡിൻ്റെ ലൊക്കേഷൻ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവൻ തന്നെ എല്ലാ സംഭവവും ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള സാധനമാണ്. എന്താണെന്ന് പറയാം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സാധനം ആകെ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനും എയർപോർട്ടും, ബാക്കിയല്ലേ ഇവൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇടിച്ച് ഗൈസ്. കണ്ടോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല. എന്താണ് ഗൈസ് ഇത്രയും കണ്ടില്ലേ? അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ഗൈസ്. ഈ ഡൈനോ വേൾഡ് ഇത് ഈ ലൊക്കേഷൻ എൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോട്ടോ ഇമേജൻസ് അനുസരിച്ച് ഇതാണ് ഡൈനോ വേൾഡ്. അപ്പോൾ ഇതിൻ്റെ ഡോർ എവിടെയായിരിക്കും ഗൈസ്? ഡോർ ഇങ്ങോട്ടോ കാണിക്കുന്നുണ്ട് ഗൈസ്. മറയില്ലേ മറന്നില്ല ഗൈസ്. ഇതിൻ്റെ ഡോർ ഇവിടെ എങ്ങാണ്ടാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോവാം അങ്ങോട്ട്.
ഓ പെട്ടെന്ന് ഡൈനോവലിലേക്ക് പോകണം. അല്ല ഗൈസ്, നമുക്ക് സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകണ്ടേ? പുള്ളിക്കാരൻ്റെ അടുത്ത് പോയാലേ നമുക്ക് എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ആ സാധനം കിട്ടുള്ളൂ. ഗൈസ് നമുക്ക് നേരെ വളച്ചെടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മക്കുറവാണ്. ഞാൻ ഇതിൽ തോക്കെടുക്കാൻ അറിയാതെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചപ്പോൾ തോക്കേക്ക് പോയാണ്. ഓർമ്മക്കുറവാണ് ഗൈസ്, എന്ത് പറയാനാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് പോകുമ്പോൾ അതും ചോദിക്കണം. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. ഓ എന്നാലും എൻ്റെ മറവി, നമുക്ക് പെട്ടെന്ന് പോവാം. ഓ ആ സാധനം എന്തായിരിക്കും എന്തോ, നിങ്ങൾക്ക് ഗസ് ചെയ്യേ? നിങ്ങൾ ഗസ് ചെയ്യുമെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഇട്ടേക്കണം. ഓ സയൻറ്റിസ്റ്റ്, ഞാൻ എന്താ ഈ വഴി പോകാൻ? സയൻറ്റിസ്റ്റ് എന്തായാലും എൻ്റെ അടുത്തുണ്ടാവില്ല. പുള്ളിക്കാരൻ വല്ല ദൂരത്ത് ബൈക്കും കൊണ്ട് കറങ്ങി നടക്കുകയായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, പുള്ളിക്കാരൻ ബൈക്കാണ് ഫേവറേറ്റ്, പിന്നെയാണ് സൂപ്പർ കാർസ്. കാരണം പ്രോബബിൾ കണ്ട കാശ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കണ്ടാണ് എൻ്റെ വായ വരെ പോയി. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ബൈക്കിൽ തന്നെ ആയിരിക്കും, അതാണ് കാര്യം. നമുക്ക് പെട്ടെന്ന് പോകാം. പുള്ളിക്കാരൻ ഇവിടെയാണല്ലേ, ഇവിടെ അടുത്താണ് പുള്ളിക്കാരൻ്റെ ലാബ്. ഇയാളെ കാണേണ്ടതാണ് ഗൈസ്. ഞാനെങ്ങനെ അയാളെ പാസ് ചെയ്ത് പോകണുണ്ട്? ഇയാളല്ലേ കറക്റ്റ് ഞാൻ അവിടെ ചെന്ന് നിർത്തി. സയൻറ്റിസ്റ്റ് ബ്രോ, ഞാനേ ഡൊമിങ്കോസ് പറഞ്ഞ് വന്നതാണ്. അപ്പം എനിക്ക് ആ സാധനം ഇങ്ങോട്ട് തന്നേക്ക്. ഓ ഇന്നോ പിടിച്ചോ നിൻ്റെ സോദനം, പെട്ടെന്ന് പൊക്കോ എൻ്റെ അടുത്തുനിന്ന് കൂടെ. അപ്പോൾ സയൻറ്റിസ്റ്റ് ബ്രോയ്ക്ക് നമ്മളെ അടുത്ത് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നണം. ഡൊമിങ്കോസ് വിളിച്ചെന്തോ പറഞ്ഞെന്ന് അറിയാൻ മേല. പുള്ളിക്കാരൻ പെട്ടെന്ന് പോകാനാണ് എന്നോട് പറഞ്ഞത്. പുള്ളിക്കാരന് വലിയ അത്യാവശ്യം ഉണ്ടാവും. എന്താ പോണില്ലേ? നാക്കൊരു സ്ഥലത്ത് ഇങ്ങോട്ട്. അയ്യോ ഗൈസ്, ഇയാൾ നമ്മൾ തട്ടി. ഇല്ല ഇയാൾ തട്ടിട്ടില്ല. അപ്പം അയാൾ സ്വയം ആംബുലൻസ് വിളിച്ച് നോക്കണം. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഡൊമിങ്കോസിന് ഇയാളെങ്ങനെ വിളിച്ചു പറയേ? അല്ല എൻ്റെ പോലത്തെ കുറേ വണ്ടി കേട്ടോ. അപ്പോൾ വേറെ ആരെങ്കിലും അയക്കുന്നതായിരിക്കും വിചാരിക്കും പോകണം. അതായത് നമുക്ക് ഡൈനോ വേൾഡിലേക്ക് പെട്ടെന്ന് വിടാം ഗൈസ്. ഓ ഇന്ന് ഞാൻ വിജയമുണ്ടങ്കടക്കാ. നമുക്ക് പെട്ടെന്ന് പോവാം ഞാൻ. ഈ കാണുന്ന ട്രെയിനിലൊക്കെ ഞാൻ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത് ഓപ്പണിങ് എവിടെ? വീണ്ടും മറന്നു കേട്ടോ ഗൈസ്. ആ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് മറ്റേ മറവിയുടെ ഗുളിക, മറവിയുടെ അല്ല, മറവി മാറാനുള്ള ഗുളികയും കൂടിയും ചോദിക്കണമായിരുന്നു. എന്നാലാണ് നമുക്കൊരു എല്ലാം സെറ്റാവുന്നത്. പെട്ടെന്ന് പോകാം ഗൈസ്. ഡോറൊക്കെ പറഞ്ഞു പോയി. അല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് ഗൈസ്. പെട്ടെന്ന് പോകാം. എനിക്ക് തോന്നുന്നത് ഇത് ഈ വഴിയല്ല, അങ്ങനെയാണ് പോണേ. അല്ല ഇങ്ങനെയാണ് പോണത്. എൻ്റെ പ്രശ്നമാണ് ഗൈസ്, സോറി. നമുക്ക് പെട്ടെന്ന് പോവാം. ഈ റാമ്പ് കണ്ടില്ല? ഈ റാമ്പ് ഒക്കെ ഒരു ചാലഞ്ച് ഈ വരണ്ട്. അത് ഞാൻ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. വേറൊന്നുമില്ല. നമുക്കിവിടെ പാർക്ക് ചെയ്ത അകത്തേക്ക് പോവാല്ലേ, അതായിരിക്കും നല്ലത്. പാർക്ക് ചെയ്ത അകത്തേക്ക് പോവാം. നമുക്ക് മിസൈൽ എടുക്കാം. അതൊക്കെ അത്രയേ ഉള്ളൂ. മിസൈൽ എടുത്ത് 2 പൊട്ടിക്കലൊക്കെ മതി, ഒരു ടീറക്സിനൊക്കെ പൊട്ടിച്ചുവിടാൻ. അല്ല ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാല്ലേ? ചെയ്യുന്നില്ല ഗൈസ്. ഡൈനോസർ കാണുമ്പോൾ ചവിട്ടി കൊന്നാലോ? വേണ്ട, നമുക്ക് കാർ എടുത്തോണ്ട് പോവാം, അതായിരിക്കും ബുദ്ധി. ഈ മിസൈൽ ഓഞ്ചറും പിടിച്ചോണ്ട് നമുക്ക് എന്ത് പണിയാണെന്നറിയോ? ഭയങ്കര വെയിറ്റാണ്. ആ ഡൊമിങ്കോസാണ് തന്നത്, അത് കാരണമാണെന്നല്ല, മിസൈൽ ഓഞ്ചറിനൊക്കെ വെയിറ്റാണ്. നമുക്ക് പെട്ടെന്ന് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുക. എന്താണോ നമ്മൾ വിജയമാവുന്നതൊക്കെ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടാൽ ഞാൻ വിജയമാവണമെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അല്ല പിന്നെ ഇവിടം വരെ കണ്ടിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ഇവന്മാർ വെറുതെ പറയണാളാ. ഇവിടെ ഒരു ഡൈനോസറിലൊരു തേങ്ങയില്ല. ഡൊമിങ്കോസും സയൻറ്റിസ്റ്റും ഡൊമിങ്കോസാണ് പറ്റിക്കണ ആള്. സയൻറ്റിസ്റ്റ് ആ സാധനം തന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു വിട്ടേള്. ഇവിടെ ഡൈനോസറിനൊന്നും കാണില്ല. എന്തായാലും നമ്മൾ പറ്റിക്കപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്നാലും കുറച്ചുകൂടെ റൗണ്ട് അടിച്ച് നോക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും ഡൈനോസേഴ്സ് തന്നെ. കാരണം പുറത്ത് എന്നുവെച്ചാൽ ഇത് ഇല്ലീഗലായ സ്ഥലമാണ് ഗൈസ്. എന്നുവെച്ചാൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലമാണിത് ഗൈസ്. ടീറക്സ് ഇത് മോനെ നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് തന്നെ. നമുക്ക് അതിനെ കുറച്ച് വട്ട് പിടിപ്പിച്ച് നമുക്ക് നേരെ കൊന്നുകളയാം. അതാണ് നമ്മുടെ പ്ലാൻ. എങ്ങനെയുണ്ടല്ലോ പ്ലാൻ? ഇവിടെ ഇറങ്ങാമല്ലേ? അയ്യോ, എപ്പോഴത്തേം പോലെ ഗൈസ്, സ്വാഭാവികമായ കാര്യമാണ്. നിങ്ങളതൊന്നും കണ്ട് പേടിക്കേണ്ട. ചിരി ചോരമായി.
മെഷീൻ ഗണ്ണ് എടുക്കാം. ഇപ്പം തൽക്കാലം മെഷീൻ ഗണ്ണ് എടുക്കാം. അതെവിടെ? അയ്യോ ഗൈസ്, എൻ്റെ കാറ് പൊട്ടിയായിരുന്നു. എൻ്റെ തലയടിച്ച് അല്ലെങ്കിൽ നമ്മളതിനെ കൊല്ലും. നമുക്ക് നേരെ എൻ്റെ വയറ്റിട്ട് വെടിയേക്കാൻ കഴിയും. വെട്ടിവെച്ച് ചാവാത്തത്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എന്നെ തട്ടിയിരിക്കുന്നു ഗൈസ്. കണ്ടല്ലോ, സീനല്ലേ, നമ്മൾ ടീറക്സിനെ തട്ടിക്കളഞ്ഞു. കണ്ടല്ലോ ഫുള്ളായിട്ട്. നമുക്കിനി മറ്റേ സാധനം കൊണ്ടുപോയി അതിലിടാം കേട്ടോ. ഓ ശബ്ദമാണ് ഇപ്പൊ കേട്ടത്. എന്താണ് പോട്ട് നോക്ക്, പെട്ടെന്ന് അതിലേക്ക് ചാടാം. എനിക്കെന്താ ഇപ്പത്തെ ഗോയ്സ്, ഞാൻ കാറിലെത്തി. ഇത്രയും പെട്ടെന്ന് ഞാൻ കാറിലെത്തിയെന്ന് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ ബോഡി ഇപ്പം എൻ്റെ കൺട്രോളല്ല കേട്ടോ ഗോയ്സ്. എന്തായാലും എൻ്റെ കൺട്രോൾ ഞാൻ വെറുതെ പറഞ്ഞേ. നമ്മൾ വലിയ ആളാന്ന് ഇവർക്കറിയില്ല. ഇവരുടെ മനസ്സിൽ ഞാൻ വെറുതെ വിജയമാണ്. പക്ഷെ നമുക്ക് ഓൾറെഡി നല്ല ഫൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ എല്ലാത്തിനും അടിച്ച് പൊളിക്കും ഗൈസ്. ഇതിൽ പറയണ ഇവർ നമ്മളില്ലേ അറ്റാക്ക് എന്ന് വെച്ചാൽ 3 പേരെ ഇതിൽ കൊല്ലണം. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൊല്ലണം, എന്നാലേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്നാണ്. അത് നല്ല കാര്യം. കുറച്ച് നേരമെങ്കിലും ഇവിടെ നിൽക്കാമല്ലോ ഗൈസ്. അപ്പം നമുക്ക് പെട്ടെന്ന് അടിക്കണ്ട. ഞാൻ മാസാണെന്ന് അറിയാലോ ഗൈസ് നിങ്ങൾക്ക്. ഇനി പ്രത്യേകിച്ച് പറയാമെന്നില്ലേ, ഉമ്മാർക്ക് മാത്രമല്ല അറിയാത്തത്. അയ്യോ ഇട്ടിക്കൊണ്ട് വിലയിന് ഗൈസ്. എനിക്ക് എന്തോ പറ്റുന്നുണ്ട് ഗൈസ്. ഇവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അപ്രതീക്ഷ വേണ്ട. ഞാൻ ലോറിയുടെ പുറകിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ചു പോവുകയാണെന്ന്. എനിക്കറിയില്ല ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. സയൻസിനോടൊരു ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയണം. എന്ന് വെച്ചാൽ എൻ്റെ പോസ്റ്റ് എന്നുവെച്ചാൽ വിജയമാവാനുള്ള അത് കുറച്ച് നീട്ടി തന്നെയാണ്. ഫൈറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മൾ തിരിച്ചു വന്നു. അത് വല്ലാത്ത സംഭവമായിപ്പോയി. നിങ്ങൾ ഇത്രയും കണ്ടല്ലേ, സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കിയേക്കാം.